കൊട്ടിയൂർ ദർശനം കഴിഞ്ഞ് കണ്ണൂരിലേക്ക് പോകുന്നതിനിടെ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച അർബാനിയ വാൻ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി. ഇരിട്ടി പൈഞ്ചേരിമുക്കിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് കർണാടക ബംഗളൂരിൽ നിന്നെത്തിയ വാഹനം പിടിയിലായത്. പരിശോധനയിൽ വാനിൽ പതിച്ചിരുന്ന നമ്പർ മറ്റൊരു ഇന്നോവ കാറിന്റേതാണെന്ന് കണ്ടെത്തി. തുടർന്ന് വാഹനം കസ്റ്റഡിയിലെടുത്ത് ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ മറ്റൊരു വാനിൽ സ്വദേശത്തേക്ക് യാത്ര തുടരാൻ മോട്ടോർ വാഹന വകുപ്പ് സൗകര്യമൊരുക്കി. MVI എം മനോജ് കുമാർ, AMVമാരായ VR ഷനിൽകുമാർ, P ജിതിൻ, KV അഖിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനയും പിടികൂടലും. ഷോറൂമിൽ നിന്ന് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാതെയാണ് വാഹനം പുറത്തിറക്കി വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് അധികൃതർ പറഞ്ഞു. കേരളത്തിലേക്ക് എത്തിയ വാഹനത്തിന്റെ നികുതി അടച്ചിട്ടുണ്ടോ എന്ന പരിശോധനയ്ക്കിടയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നിയമപരമായി ഗുരുതര കുറ്റകൃത്യത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ഇത്തരം വാഹനങ്ങൾ പരിശോധനയ്ക്കിടെ നിർത്താതെ പോയാൽ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസകരമാണ്. കൂടാതെ അപകടമുണ്ടാക്കിയാൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിലും നിയമപരമായ സങ്കീർണതകൾ ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പെട്രോളിങ്ങിനിടയിൽ ഒരു കർണാടക വാഹനം കേരള നികുതി അടച്ചനോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി വാഹനം നിർത്തി പരിശോധിച്ചതിൽ വാഹനത്തിന്റെ നമ്പറും വാഹനവും തമ്മിൽ മിസ്മാച്ച് ചെയ്യുന്നതായി നമുക്ക് ബോധ്യപ്പെട്ടു. അതായത് വാഹനത്തിൽ പതിപ്പിച്ചിരിക്കുന്ന നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ ഒരു ഇന്നോവയുടേതും വാഹനം ഫോഴ്സ് കമ്പനിയുടെ അർബാനിയ വാഹനവുമായിരുന്നു. ഇത് കണ്ടെത്തിയതിനെ തുടർന്ന് പരിശോധിച്ചതിൽ അർബാനിയ വാഹനം നിലവിൽ പുതിയ വാഹനമാണെന്നും ഒരു പുതിയ രജിസ്ട്രേഷൻ നമ്പർ വാഹനത്തിൽ ലഭിച്ചിട്ടില്ല എന്നും ബോധ്യപ്പെട്ടു. മറ്റൊരു ഇന്നോവ വാഹനത്തിന്റെ നമ്പർ താൽക്കാലികമായി കേരളത്തിലേക്ക് വരുന്നതിന്റെ ഭാഗമായി ഫിക്സ് ചെയ്ത് ഡ്രൈവർ വരികയാണ് ഉണ്ടായത്. ഇതിന്റെ ഭാഗമായി വാഹനത്തിന്റെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. വാഹനത്തിലെ യാത്രക്കാരെ മറ്റു ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ മറ്റൊരു കേരള വാഹനം അറേഞ്ച് ചെയ്ത് യാത്രക്കാരുടെ മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കുന്നതിൽ മോട്ടോർ വാഹന വകുപ്പ് ഇടപെട്ടിട്ടുണ്ട്. ഇത് പുതിയ വാഹനമാണ്. നിലവിൽ നമ്മൾ ചേസിസ് നമ്പർ വെച്ച് പരിശോധിച്ചതിന്റെ ഭാഗമായി വാഹനം ഷോറൂമിൽ നിന്നും നേരിട്ട് ഇറക്കിയ വാഹനമാണെന്നും വാഹനത്തിന് നിലവിൽ പുതിയ രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചിട്ടില്ല എന്നുമാണ് നമുക്ക് ബോധ്യപ്പെട്ടത്.